ഇന്നെന്താണ് സ്പെഷ്യൽ? ഹലോ ഫ്രണ്ട്സ്, അപ്പം നമ്മൾ ഇന്ന് അടിപൊളി വെള്ളയപ്പം ഉണ്ടാക്കണ്ട കരിയുമായിട്ടുള്ള വെള്ളപ്പം. പിടിക്കുമ്പോൾ ഇങ്ങനെ പൊടിഞ്ഞ് പൂട്ടെ തലേക്ക് ഇങ്ങനെ കടിച്ചിനെ ചുട്ടൊക്കെ നമ്മളിങ്ങനെ തിന്നുമ്പോൾ നല്ല അടിപൊളി വെള്ളപ്പം എന്ന് പറഞ്ഞാൽ അടിപൊളി വെള്ളപ്പാണ് ഇന്നത്തെ വെള്ളപ്പം. ചേട്ടൻ പറയാൻ ഒരു വയസ്സ് ഞാൻ കൊടുത്തിട്ടില്ല. അടിപൊളി വെള്ളപ്പം കഴിഞ്ഞു പോകും. ഇതുവരെ ഇങ്ങനെയൊന്നും അല്ലായിരുന്നേ. ഇന്ന് ഞാൻ സൂപ്പർ വെള്ളപ്പം ഉണ്ടാക്കി. പിന്നെ അതിന് കറി എന്താണ്? കറി ഗ്രീൻ പീസ് കറി. ഗ്രീൻ പീസ് കുറുമക്കറിയാണോ? കിഴങ്ങില്ല അല്ലേ? കിഴങ്ങ് നമ്മൾ പൊതുവേ മേടിക്കാറില്ല. ഗ്യാസ് ട്രബിളിൻ്റെയും ഷുഗറിൻ്റെയൊക്കെ പ്രശ്നമുള്ളത് കൊണ്ട് അപ്പം നമ്മൾ കിഴങ്ങിന് ഒഴിവാക്കി. ക്യാരറ്റ് ഒരു കഷ്ണം ഇട്ടിട്ടുണ്ട്, പിന്നെ സബോള, പച്ചമുളക്, ഇഞ്ചിയൊക്കെ ഇട്ടിട്ട് നമുക്ക് അതൊരു കുറുമ കറിയൊക്കെ എടുക്കാം. വേണമെങ്കിൽ ഒരു കഷ്ണം മത്തങ്ങ ഇട്ടപ്പോൾ ക്യാരറ്റിൻ്റെ കൂടെ ഒരു ചെറുതിട്ടാൽ മതി. അപ്പോൾ അധികം കട്ടി കിട്ടില്ലേ? പച്ചമുളക് പിന്നെ നമ്മുടെ പറമ്പലുണ്ട് കേട്ടോ, ഇഷ്ടം നാടൻ പച്ചമുളക് ചൂഞ്ഞൻ നാളെ ഇട്ടാൽ മതി. നല്ല എരിവ. പാത്രത്തിൽ തന്നെ ആക്കി വെച്ച് കഴിഞ്ഞാൽ നാശാവില്ല കേട്ടോ. എയറെടുക്കാണ്ട് പച്ചയ്ക്കണം. പിന്നെ നെല്ലിക്കും നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളിത് ആയി വയ്ക്കാൻ എടുക്കാൻ പാടില്ല കേട്ടോ. അന്ന് ശരിക്കും മൊരിഞ്ഞ് വരണം. അപ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവും. ഇനി ഒരു കഷ്ണം ഇഞ്ചി എഴുതണം കേട്ടോ. പിന്നെ വെളുത്തുള്ളി കോഴിമുട്ട ഇടലില്ല. കോഴിമുട്ട കുറുമക്കറിയിൽ കോഴിമുട്ട ഇടലില്ല. അത് വേണമെങ്കിൽ പുഴുങ്ങിയിട്ട് വേണമെങ്കിൽ ഇടാം. മുട്ടക്കറിയൊക്കെയായിരുന്നു അല്ലേ? മുട്ടക്കറി മുട്ടക്കറി നല്ല സൂപ്പർ തന്നെ ഇരിക്കട്ടായതാണ്. ഞാൻ ഗ്രീൻ പീസ് നല്ല വെള്ളത്തിലിട്ടു. പിന്നെ ഗ്രീൻ പീസ് കറി ആക്കാം. ചേട്ടാ പല്ലേച്ചാ? പിന്നെ പല്ലേച്ചിങ്ങനെ കഴിച്ചു നോക്ക്. എന്നിട്ട് വെള്ളം കുടിക്കണം. തണുപ്പ് കഴിഞ്ഞാൽ ടേസ്റ്റ് പോയിട്ടാ. ചൂടൊക്കെ തന്നെ കഴിക്കാൻ നല്ല രസം. ഞാൻ ഉണ്ടായി വയ്ക്കാൻ 3 കഴിച്ചിട്ടുണ്ടാവും. കട്ടൻ ചായയും അതും കൂടിയിട്ട് വെള്ളം കുടിച്ചില്ലേ? രാവിലെ ഏറ്റവും 1 ഗ്ലാസ് വെള്ളം കുടിക്കാം. വെള്ളം കുടിച്ചു. അത് ഏറ്റവും ഞാൻ കുടിക്കും. അതെന്നും കുടിച്ച് ശീലമാവണം. നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാട്ടോ അത്. മുളക്, ഇഞ്ചി, ക്യാരറ്റ് ഇതൊക്കെ അരിഞ്ഞിട്ടാ. ഇനി ഒരു ചെറിയ കഷ്ണം മത്തങ്ങയും കൂടി നമുക്ക് അരിഞ്ഞിടണം. നമുക്ക് കിഴങ്ങില്ലാത്തത് കൊണ്ട് ഒരു കട്ടി കിട്ടണമെങ്കിലേ ഇത് എന്തെങ്കിലും ചേർത്തിട്ടെങ്കിൽ കട്ടി ഉണ്ടാവില്ല. നമ്മൾ ചെറിയ കഷ്ണം ചുക്ക് ചായ, പനിക്കൂർക്ക, ഇഞ്ചി, ജീരകം, കുരുമുളകൊക്കെ ഇട്ടിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള കാപ്പിയാണ് ഇട്ടാ. അത് രാവിലെ നമുക്ക് ഈ മഞ്ഞ തണുപ്പൊക്കെയല്ലേ, അപ്പൊ അതൊക്കെ ജലദോഷവും എണിച്ചതല്ല, കുത്തിപ്പൊക്കി കൊണ്ടുവന്നതാ ഉണ്ണീനെ പഠിപ്പിക്കാനായിട്ട്. 2 സോഡിയം പരിക്കുണ്ട്. നാളെ 3 മണിക്കൊക്കെ ഇവരൊക്കെ രാവിലെ വിളിച്ചേനി. അങ്ങനെ വേണം. ഞാൻ 2 മണിക്ക് പണിക്ക് പോകുമ്പോ നിങ്ങളെയൊക്കെ വിളിച്ച് ഏൽപ്പിച്ചിട്ടില്ല പോവാറ്. അങ്ങനെ നല്ല മഞ്ഞെന്നാണ് വൈകിട്ടാ. ക്രിസ്മസ് ഒക്കെ അവരായില്ലേ? ഞാനൊന്ന് വെളുക്കുമ്പോ എനിക്കാൻ തോന്നില്ല. 2 പോയിട്ട് ഞാൻ കുത്തിപ്പൊക്കി കൊണ്ടുവന്നതാട്ടാ വീഡിയോ ചെയ്യാനായിട്ട്. നല്ല മഞ്ഞുണ്ട്. കാപ്പി കുടിക്കുന്ന മിറ്റം അടിക്കോട്ടാ. നമ്മള് കട്ടൻ കാപ്പി കുടിക്കാട്ടാ. ചുക്കും ജീരകം, പിന്നെന്താണ്, ഇഞ്ചി, ജീരകം, പനിക്കൂർക്കയുടെ ഇലക്കിയിട്ടുള്ളത് കേട്ടോ. ഹെൽത്തി ആയിട്ടുള്ളത്.
ചായ. അവൾ ഫോണിൽ 8 മണിയായില്ലോ. ഈ മാസം തൊട്ട് ഉത്സവങ്ങളൊക്കെ ആയില്ലേ? അതെ, 10ാം ക്ലാസ്സിലായ കാരണം എല്ലാ ഉത്സവങ്ങൾക്കൊന്നും പോണ്ട. കാരണം 2 മാസം കഴിഞ്ഞാൽ എക്സാമായി. ഉത്സവങ്ങളൊന്നും ഇല്ലേ കൊല്ലം. ഈ കൊല്ലം കൂടി കഴിഞ്ഞാൽ 2 ആളും 10ാം ക്ലാസ് കഴിഞ്ഞു, അത് കഴിഞ്ഞ് +2 കഴിഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ തന്നെയാവില്ല. പിന്നെ ആലോചിക്കുമ്പോ നമ്മളെങ്ങനെ തന്നെയാവണം 2 ആളുകളപ്പോ. നമ്മള് 2 ആളും തനിച്ചാവില്ലേന്ന്. അതല്ലേ ഒരു രസം. ഭയങ്കര രസാ. വെച്ചുണ്ടാക്കി തിന്നാ, ഈ കിടന്നുറങ്ങാം. മക്കളെ വല്ല വരുമാനമായി വല്ല അയച്ചെന്ന് ചോറുണ്ണാം. അല്ലെങ്കിൽ വല്ല കടം മേടിച്ചിട്ട്. നമുക്ക് നമ്മുടെ യൂട്യൂബ് ഉണ്ടല്ലോ, പിന്നെന്താ. കുറച്ച് ശർക്കര പൊടി ഇട്ടിട്ടാ പൊടിച്ച് വെച്ചേക്കണതില് നമുക്ക് ചായ ഇട്ടോളാം. ചായയിലെ പാത്രം ഞാൻ എടുക്കാം. ഇപ്പുറത്തന്നെ അതന്നെ ചായല. മക്കള് പഠിച്ച് വലിയ നിലയിലായി എന്ന് പറയാലോ. അത്ര തന്നെ ഉള്ളു. പണ്ടെന്ന് പറഞ്ഞ കൂലിപ്പണി നടന്നെങ്കിലും മക്കളുടെ അടുത്തുണ്ട് എന്തെങ്കിലും ഒരു കഞ്ഞിവെള്ളമെങ്കിലും കിട്ടും. അവര് വന്നെങ്കിൽ വന്നു, അല്ലെങ്കിൽ അവിടെ സെറ്റിലായി അവിടെ സെറ്റിലായി. പിന്നെ എന്നിട്ട് വയസ്സായി കുറെ കാരണന്മാരുണ്ടാവും കേരളത്തിൽ. അതാണ്. നമുക്കൊന്നും പോയി എവിടെ നിൽക്കാന്നൊക്കെ വിചാരിക്കും, പക്ഷെ ഒന്നും നടക്കില്ല. അപ്പോഴേക്ക് പറ്റാണ്ട് വരും. അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ആയി വയസ്സാകുമ്പോൾ. അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പം അവിടെയുള്ളപ്പോൾ മാന്യമായിട്ട് വല്ലതൊക്കെ വെച്ചുണ്ടാക്കി തിന്ന് സന്തോഷിച്ചിരിക്കുക. മക്കള് കൊണന്നിട്ട് തിന്നാന്നോ അല്ലെങ്കിൽ മക്കൾ കൊണന്നതിൻ്റെ ശേഷം നന്നായതിൻ്റെ ശേഷം ജീവിക്കാമെന്ന് വിചാരിച്ചിട്ട് അതൊന്നും നടക്കണ കാര്യങ്ങളല്ല. അവനാനുള്ളത് അവനാൻ, മക്കൾക്കുള്ളത് മക്കൾക്ക് സെറ്റ്. നമ്മൾ കടമകൾ ചെയ്യാന്ന് മാത്രം. ഓട്ടയില്ല ചേട്ടാ, കണ്ടാ എന്തുണ്ട്? വെന്തിട്ടുണ്ട്. കുത്തി അടച്ചാൽ മതി. അരപ്പോ ഗ്ലാസ് ഉണ്ടെന്ന് വലിയ ഗ്ലാസ് കൈ കൊള്ളും. ഇത് ചായ തിളച്ച് വരുന്നുണ്ട്. അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവില്ല. ഓഫ് ചെയ്തോ. ചെറുതായിട്ടൊന്ന് ഉടനെ കിട്ടിയാൽ മതി. ഞാൻ കുറേ വിസിൽ വെച്ചു കേട്ടോ. എന്നിട്ട് ഞാൻ വെച്ചത് പായസമായി ഉണ്ടാവുന്നു. എവിടെ അവിടെയാണില്ലേ കൊള്ളിണ്ടെങ്കിൽ സുഖമായിരുന്നല്ലേ, നല്ല രസമായി. ഞാൻ പണ്ടത്തെ ഗ്രീൻ പീസിന്റെ പോലെ ഒന്നും ഉടനെ പൊഴിഞ്ഞ് ഉണക്കി കൊണ്ടുവരാണ്. പരിപ്പായാലും അങ്ങനെ തന്നെ ഒക്കെ ഒരു മറ്റേന്ന് പറഞ്ഞാലേ നന്നായി മൂത്തിട്ട് ഉണക്കായതിൻ്റെ ഇഷ്ടം വയ്ക്കണതല്ലേ. ഇതെന്ന് പറഞ്ഞാൽ ഒരു കമ്പനിക്കാരെടുത്തിട്ട് അതൊക്കെ ബിസിനസ് അല്ലേ. പകുതി മൂപ്പാകുമ്പോൾ മൊത്തം വലിച്ച് ഉണക്കി എടുത്തുകൊണ്ട് തന്നെ. അതിനിപ്പോ ഓരോ പൊടികളും കാര്യങ്ങളും ഇട്ടാൽ അതൊരു മാങ്ങ തന്നെ കണ്ടില്ലേ, ഒരു കളർ ചേർത്താൽ ഫുള്ള് പഴുത്തു. അതേപോലുള്ള മനുഷ്യന്മാര് കൊല്ലം ചെയ്യണ കാലഘട്ടമാണ്. നല്ല ഭക്ഷണമൊക്കെ കഴിക്കണമെങ്കിൽ ഇപ്പോൾ അവനാ വെച്ചുണ്ടാക്കി കഴിക്കേണ്ടി വരും. അവനാ കൃഷി ചെയ്തുണ്ടാക്കി വെച്ചുണ്ടാക്കി
നട്ടുണ്ടാക്കി കഴിക്കാം. ഇതിൽ ഈ കപ്പിലടിക്കുമ്പോ ചായക്ക് നല്ല പദം കിട്ടുന്നുണ്ട് കേട്ടാ. അത് ചായ അടിക്കാൻ വേണ്ടി മേടിച്ചു കഴിഞ്ഞാ വലിയൊരു കപ്പ് ഉണ്ടായിരുന്നു, അത് രണ്ടും കൂടി 2 ലിറ്ററിൻ്റെ കപ്പ്. ചായക്കട തുടങ്ങണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനല്ലേ മേടിച്ചേ. ഇത് ഞാൻ വരുമ്പോഴുള്ള കപ്പ. ആ അത് മറ്റത് ഞാൻ പിന്നെ മേടിച്ചു. ഇത് ചായ ആറ്റാൻ മേടിച്ചു കഴിഞ്ഞാൽ എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ശരിയാണെങ്കിൽ ഇതിങ്ങനെ വെക്കില്ലേ പാത്രത്തിൽ, കണ്ടണ്ടാ ആ ചൂടുവെള്ളം വെക്കണ സാധനം അതാ. അത് നല്ല ടേസ്റ്റ് ആട്ടാ. അങ്ങനെ 2 വട്ടം ആറ്റി കഴിഞ്ഞാൽ ചായക്ക് പ്രത്യേക ടേസ്റ്റാ. നമ്മുടെ ചായ പാത്രത്തിന്റെ കാത് പൊട്ടിപ്പോയി ഗൈസ്. പുതിയ കാതാണ് ഗൈസ്. പിടിക്കാനുള്ള ഇങ്ങനെ. അപ്പൊ നമ്മുടെ കറിയൊക്കെ അടിപൊളി തിളച്ചുട്ടാ. കുരുമുളക് ഇട്ടോടും. നല്ല എരിവുണ്ട്, എന്നാലും കുരുമുളക് നമുക്ക് നല്ല എരിവുണ്ട്. ചുമന്ന മുളക് ഇല്ലാട്ടാ, പച്ചമുളക് മാത്രം. നല്ല എരിവുണ്ട്. ഇത്തിരി എരിവ് വേണം, നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. നമുക്കിത് കടുക് പൊടിച്ചെടുക്കാം കേട്ടോ. കടുക് വിട്ടണം കേട്ടോ. ഇപ്പം ഇതിൻ്റെ അതെടുത്ത് ആയി അതുകൊണ്ടത് ഇപ്പം ഇങ്ങനെ നമ്മുടെ കുറുമക്കറി റെഡിയായില്ല. സെറ്റ്. ഇത് ചെറുള്ളാട്ടാ, മോൾക്ക് വെള്ളം വെച്ച് കൊടുക്കാനാ. മൂത്രത്തിൽ വെപ്പിന് വെള്ളം നന്നായി കുടിക്കണം. അപ്പോൾ ചെറുള്ള വെച്ച് വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ നന്നായി മൂത്രം പോകാനായിട്ട് നല്ലതാണ്. അപ്പൊ അതൊരു കട നമ്മുടെ ചന്ദ്ര ചേച്ചി നമുക്ക് പറിച്ചുകൊണ്ട് നമുക്ക് കഴുകി വെള്ളം വെക്കണം. നല്ല നിറച്ചു പോലേമ വെള്ള പൂക്കളാണ് കേട്ടാ. അപ്പൊ നിങ്ങൾക്ക് ഇനി ചായ കുടിക്കാം. ഇത് ലാസ്റ്റ് ഉണ്ടാക്കിയതാ, നമുക്ക് മാറ്റിയിരിക്കാം. ഇത് വെള്ളം വേണ്ട. വെള്ളപ്പൊക്കെ കഴിച്ചത് അവിടെ നിന്ന് വെള്ളപ്പം ചേട്ടാ. വെള്ളപ്പത്തിന് വരണോ ഞങ്ങൾക്ക് മൂത്തപ്പം അല്ലേ, ഒരു അപ്പല്ലേ അത് അപ്പം വെള്ള. അതാണ് പ്രത്യേകത. വേറെ കിണ്ണത്തിന്റെ ആവശ്യമില്ലല്ലേ. 2 എണ്ണം വെച്ചിട്ട് എടുത്താൽ മതി, രസം ഉണ്ടാവോ. അതിന് വേണമെങ്കിൽ എടുക്കാം. ഇതിൽ കുറേ ഉണ്ട് കേട്ടോ. 3 എണ്ണം ചെയ്തിട്ടുള്ളത്. ഇതിൽ നല്ല കട്ടിയുള്ള ഹായ്. അപ്പോൾ എക്സാം കെമിസ്ട്രി എക്സാം. അപ്പൊ നമ്മൾ വിളമ്പി ഇനി നമുക്ക് കറി വേണം. പൊന്നുന് കൈമാറ്റി ചൂടുണ്ട്. രാവിലെ തന്നെ അധികം നമ്മള് രാവിലത്തെ വീഡിയോ ഇടാറില്ല കേട്ടോ. കാരണം അതൊന്നും തിരക്കിൻ്റെ ഇടയിലൊന്നും നടക്കാറില്ല. പിന്നെ എല്ലാവരും ഉള്ള കാരണം ഇടുന്നതാ. അപ്പൊ നമ്മൾ ഇന്നത്തെ പരിപാടികള് വെള്ളയപ്പം, കുറുമക്കറിയും ചായയും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്താ ചെയ്യണ്ടേ? അപ്പൊ പുതിയൊരു വീഡിയോ പുതിയ ഐറ്റമായി വരുന്നത് എല്ലാവർക്കും ബൈ ബൈ.